നിറപറ നമുക്കെല്ലാം വളരെ സുപരിചിതമായ നമ്മുടെ വീടുകളിൽ ഒരു നിറസാന്നിധ്യമായിരുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. മോഹൻലാൽ മുതൽ കാവ്യ മാധവൻ വരെ പരസ്യം ചെയ്ത ഈ ബ്രാൻഡിന് എന്ത് സംഭവിച്ചു എന്നാണ് ഇന്നത്തെ വീഡിയോയിലെ നമ്മുടെ മുഖ്യ വിഷയം. 1976 എറണാകുളം ജില്ലയിലെ കാലടിയിലാണ് നിറപറ എന്ന ബ്രാൻഡിൻ്റെയും KKR ഗ്രൂപ്പിൻ്റെയും ജനനം. KK കർണൻ എന്ന വ്യക്തിയാണ് നിറപറയുടെ സ്ഥാപകൻ. എന്നാൽ പറ നിറയെ നെല്ല് എന്ന അർത്ഥം വരുന്ന ഈ ഒരു പേരിനു വേണ്ടി കോട്ടയം സ്വദേശി PV ഫ്രാൻസിസ് സ്ഥാപിച്ച നിറപറ റോളർ ഫ്ലോർ മിൽസ് എന്ന കമ്പനിയുമായി ഇവർ കേസിലാവുകയാണ്. 1991 നിറപറ റോളർ എന്ന കമ്പനി ഇതിൻ്റെ IP-ക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്കും ട്രേഡ് മാർക്കിനും വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും KK കർണൻ്റെ KKR ഗ്രൂപ്പ് ഇതിനെ ഒപ്പോസ് ചെയ്യുന്നു. എന്നാൽ ആ ഒപ്പോസിഷൻ രജിസ്ട്രാർ റിഫ്യൂസ് ചെയ്യുകയാണ്. 2006 ഒക്ടോബറിൽ നിറപറ റോളർ ഇതിൻ്റെ ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയും IPAB അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അപ്പലേറ്റ് ബോർഡ് അവർക്ക് രജിസ്ട്രേഷൻ കൊടുക്കുകയുമായിരുന്നു. എന്നാൽ 2007 ജൂലൈയിൽ KKR ഗ്രൂപ്പ് ഇതിനെതിരെ അപ്പീൽ പോവുകയാണ്. കോട്ടയം ജില്ലാ കോടതിയിൽ സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ 2010 മെയ്യിൽ നിറപറ റോളർ ഹൈക്കോടതിയിൽ അതിനെ ചലഞ്ച് ചെയ്യുകയാണ്. അതായത് ട്രയൽ കോടതിയുടെ തെളിവുകൾ വീണ്ടും പരിശോധിക്കണമെന്നും ആ കേസ് വീണ്ടും പരിഗണിക്കണമെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. സോ ദിസ് ഈസ് എ ക്ലിയർ കേസ് ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സ്റ്റാറ്റ്യൂട്ടറി രജിസ്ട്രേഷൻ ആൻഡ് റൈറ്റ്സ് ഓഫ് പ്രയർ യൂസർ. അതായത് ഒരു ട്രേഡ് മാർക്കിൻ്റെ കേസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രയർ യൂസറിന് അതിൻ്റെ കുറച്ച് റൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ രജിസ്ട്രേഷനുള്ള പ്രോപ്പർ ലീഗലി ഡോക്യുമെൻസും തമ്മിലുള്ള ഒരു കേസായിരുന്നു ഇത്. ഇവിടെ ഒരു കമ്പനി ഇതിൻ്റെ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷനും രജിസ്ട്രേഷനും ട്രേഡ് മാർക്കും ഒക്കെ എടുക്കുകയും മറ്റൊരു കമ്പനി ഇതേ ട്രേഡ് മാർക്ക് ആദ്യം മുതൽ യൂസ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ട്രേഡ് മാർക്ക് കോൺഫ്ലിക്റ്റിൻ്റെ ഒരു നല്ല കേസ് സ്റ്റഡിയാണ് നിറപറയുടെ ട്രേഡ് മാർക്ക് കേസ്. എന്നാൽ 2013 ഈ കേസ് മദ്രാസ് ഹൈക്കോടതിയിൽ എത്തുകയാണ്. IPAB രജിസ്ട്രേഷൻ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ട് KKR ഗ്രൂപ്പായിരുന്നു ഹർജി നൽകിയത്. ഹൈക്കോടതി ആ ഹർജി തള്ളുകയായിരുന്നു. ശേഷം 2016 സുപ്രീം കോടതിയിൽ വരെ ഈ കേസ് എത്തുന്നുണ്ട്. അവിടെ നിന്ന് ഈ കേസ് സെറ്റിൽമെന്റിനായി വിടുകയായിരുന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന ഈ ഒരു നിയമ പോരാട്ടത്തിനൊടുവിൽ ഗോതമ്പ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ നിറപറ റോളർ ഫ്ലോർ മിൽസിനും അരിപ്പൊടി, മസാലപ്പൊടി തുടങ്ങിയ വസ്തുക്കൾ KKR ഗ്രൂപ്പിനും അവകാശപ്പെട്ടതാണെന്ന് അവർ വിധി എഴുതി. അവർ അത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുകയായിരുന്നു. ഈ ഒരു സമയമായപ്പോഴേക്കും ബിസിനസ് ഒരുപാട് വലുതായിരുന്നു. മാനേജ്മെന്റിൽ തലമുറ മാറ്റം സംഭവിച്ചു. മകൻ ബിജു കർണൻ വൈസ് പ്രസിഡന്റായി വന്നു. ഫാക്ടറികളുടെ എണ്ണം വളരെയധികം കൂടി. പ്രൊഡക്ട്സ് അവർ ഡൈവേഴ്സിഫൈ ചെയ്യുകയും ചെയ്തു. 30-ൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് അന്ന് നിറപറയുടെ പ്രൊഡക്ട്സ് അവൈലബിൾ ആയിരുന്നു. എന്നാൽ കോടതിയും കേസുകളും എന്നും നിറപറയുടെ കൂട്ടായിരുന്നു. ഒരു വശത്ത് തൊഴിലാളി സമരങ്ങളും ട്രേഡ് യൂണിയനുകളുമായുള്ള കേസുകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ മറുവശത്ത് വർദ്ധിച്ചു വരുന്ന കസ്റ്റമർ കംപ്ലൈൻസ് ഇവർക്ക് വിനയായി. അതായത് അവരുടെ ഉൽപ്പന്നങ്ങളിൽ കല്ല് മുതൽ ഇഷ്ടികപ്പൊടി വരെ ചേർത്തതായിട്ട് ആരോപണങ്ങൾ ഉയർന്നു വന്നു. അങ്ങനെയാണ് 2015 കേരള സർക്കാർ നിറപറയുടെ പ്രൊഡക്ട്സ് ബാൻ ചെയ്യുന്നത്. അന്നത്തെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആയിട്ടുള്ള PV അനുപമയായിരുന്നു ഇത് എക്സ്പോസ് ചെയ്തത്. സ്റ്റാർച്ചിന്റെ അംശം കൂടുതലായതിനാലായിരുന്നു അവർക്ക് ബാൻ കിട്ടിയത്. എന്നാൽ അത് ഹെൽത്ത് റിസ്ക് ഉണ്ടാക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ആ ബാൻ നീക്കം ചെയ്യുകയും ചെയ്തു. ബാൻ നീക്കിയെങ്കിലും മലയാളികളുടെ മനസ്സിൽ ആ നിറപറ എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു കറയായി മാറിക്കഴിഞ്ഞിരുന്നു. അതായത് മലയാളികൾ സ്വന്തം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ബ്രാൻഡ് അവരെ ചതിച്ചു എന്നൊരു ഫീലിംഗ്. അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയകളിലും ന്യൂസുകളിലും നിറഞ്ഞു നിന്നിരുന്നു നിറപറയുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ കേസുകളും. ഇത് നിറപറ എന്ന ബ്രാൻഡിനോട് ജനങ്ങൾക്കുള്ള ട്രസ്റ്റിനെയാണ് ഇല്ലാതാക്കിയത്. അതേസമയം ഈസ്റ്റേൺ, കിച്ചൺ ട്രഷേഴ്സ്, ഡബിൾ ഹോഴ്സ് പോലെയുള്ള കോമ്പറ്റീറ്റർ ബ്രാൻഡുകൾ വന്നതും അവർക്ക് തിരിച്ചടിയായി. എന്നാൽ ഇവിടം കൊണ്ടൊന്നും കാര്യങ്ങൾ അവസാനിച്ചിരുന്നില്ല. 2019 ബിജു കർണനെതിരെ ഒരു വ്യക്തിപരമായ കേസ് വരികയും അദ്ദേഹം അതിൽ ഇൻവോൾവ് ആവുകയും ചെയ്തു. ഒരു സ്ത്രീ ബിജു കർണനെതിരെ ബലാത്സംഗത്തിന് കേസ് കൊടുക്കുകയായിരുന്നു. ഇതൊരു ഹണി ട്രാപ്പ് ആണെന്നും താൻ ഒരു ചതിയിൽ ഏർപ്പെടുകയായിരുന്നുവെന്നും ബിജു കർണൻ പ്രതികരിച്ചു. അദ്ദേഹം ഇങ്ങനൊരു കേസ് കൊടുക്കുകയും ചെയ്തു. ഈ ഒരു വിഷയത്തിൽ വിവിധ അറസ്റ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും കേസ് എങ്ങും എത്തിയില്ല, നീതി ലഭിച്ചില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഒരു ബ്രാൻഡ് എന്നുള്ള നിലയ്ക്ക് ഈ കേസുകളെല്ലാം നിറപ്പറക്ക് വലിയ തിരിച്ചടിയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 2022
വിപ്രോ എന്ന് പറയുന്ന കമ്പനി നിറപറയെ അക്വയർ ചെയ്യുന്നത്. FMCGയിൽ ശ്രദ്ധേയമായ ഒരു സ്പേസ് ഉള്ള വിപ്രോ സ്പൈസസ് ആൻഡ് പാക്കേജ് ഫുഡിന്റെ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയാണ് കേരളത്തിൽ നിന്നുള്ള ബ്രാഹ്മിൻസ്, നിറപറ എന്നീ 2 ബ്രാൻഡുകൾ അക്വയർ ചെയ്യുന്നത്. 1,00,000 കോടി മാർക്കറ്റ് വാല്യൂ വരുന്ന ഈ ഒരു സെഗ്മെന്റ്, സ്പൈസസിന്റെ ഈ ഒരു ഹോട്ട് സെഗ്മെന്റ് തങ്ങളുടെ മാർക്കറ്റ് ഷെയർ കൂട്ടുക എന്നതായിരുന്നു ഈ അക്വിസിഷന് പിന്നിലുള്ള ലക്ഷ്യം. നോർത്ത് ഇന്ത്യയും GCCയും ഉൾപ്പെടെ പല രാജ്യങ്ങളിലും നല്ല കസ്റ്റമർ ബേസ് ഉള്ള നിറപറ അവർക്കൊരു നല്ല സ്ട്രാറ്റജിക് അക്വിസിഷൻ തന്നെയാണ്. ഓൾറെഡി നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇത്തരം മാർക്കറ്റുകളിൽ പുതിയ ബ്രാൻഡുകൾ ഉണ്ടാക്കി പരീക്ഷണം നടത്തുന്നതിനേക്കാൾ അവർക്ക് ഈസി ആയിരുന്നു നിറപറയെ അക്വയർ ചെയ്യുക എന്നുള്ളത്. ഒരു പരിധിവരെ നിറപറക്കുള്ള എല്ലാ നെഗറ്റീവ് ഇമേജും വിപ്രോക്ക് അവരുടെ അക്വിസിഷനിൽ വാല്യുവേഷൻ നിർണ്ണയിക്കുന്നതിൽ സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അക്വയർ ചെയ്ത വാല്യൂവിനെ പറ്റി പല റിപ്പോർട്ടുകളുമുണ്ട്. 100 മുതൽ 300 കോടി വരെയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 5-6 വർഷങ്ങൾക്കുള്ളിൽ ഈ സെക്ടറിൽ സംഭവിച്ച അക്വിസിഷൻസും ഇൻവെസ്റ്റ്മെൻറ്റും കാരണം ഇതൊരു ഹൈലി കോമ്പറ്റിറ്റീവ് സ്പേസായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. നിറപറയുടെ ഈ ഒരു ജേണിയിൽ ഒരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രനർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം ബിൽഡ് എ സ്ട്രോങ് ബ്രാൻഡ് ബട്ട് പ്രൊട്ടക്ട് ഇറ്റ് ലീഗലി എന്നുള്ളതാണ്. ഒരു ലീഗൽ ബാറ്റിൽ വന്നാൽ ഡോക്യുമെന്റ്സിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ ബ്രാൻഡിനെ ലീഗലി പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു കേസിൽ അവരുടെ ലീഗൽ ഫയലിംഗ് വൈകിയത് കൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രേഡ് മാർക്ക് ഇൻഫ്രിഞ്ച്മെൻറ്റ്സ് വെരി ഏർലി സ്റ്റേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ടൊക്കെ ഈ കേസ് ഒരുപാട് ലാഗാവുകയും വേണ്ടവർക്ക് വേണ്ട രീതിയിൽ നീതി ലഭിക്കാതെ പോയി എന്നുള്ള റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ലീഗൽ വാലിഡേഷൻ അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെന്റേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് നിറപറയുടെ ഈ കേസ്. രണ്ടാമതായിട്ടുള്ളത്, എത്ര വലിയ ബ്രാൻഡാണെങ്കിലും ഒരു കേസ് മതി ഭാവി ഇല്ലാതാവാൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡേഞ്ചർ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ഓരോ ഫൗണ്ടേഴ്സും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് പറയാനുള്ളത് തലമുറ മാറ്റമാണ്. പല ബിസിനസ്സുകളുടെയും ഇല്ലാതാക്കിയ ചരിത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി കേരളത്തിൽ തന്നെ തലമുറ മാറ്റം പ്രോപ്പർലി ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ സക്സഷൻ പ്രോപ്പർലി പ്ലാൻ ചെയ്യാത്തത് കൊണ്ട് ഫെയിലിയർ ആയിട്ടുള്ള ഒരുപാട് ലെജൻഡറി ബ്രാൻഡ്സ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പം നമ്മളെപ്പോഴും നമ്മൾ അടുത്ത ജനറേഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ജനറേഷൻ ഓഫ് ലീഡേഴ്സിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ഫാമിലിയിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നല്ലെങ്കിലും അതിൽ നമ്മൾ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്തതായിട്ടുള്ള ലെസൺ എന്ന് പറയുന്നത് ഫോക്കസ് ആണ്. അതായത് നമ്മൾ കമ്പനി സ്കെയിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പേഴ്സണൽ ഫിനാൻസും വെൽത്തും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാറുകളും ട്രിപ്പുകളും അല്ലെങ്കിൽ നമ്മുടെ അസറ്റുകളൊക്കെ ഒരു ഡിസ്ട്രാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഫെയിം ഒരു ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് സ്കെയിലിംഗ് സ്റ്റേജിൽ ഒരു ഫൗണ്ടർക്ക് വേണ്ട ഏറ്റവും വലിയ സ്കില്ലാണ് ഡിസ്ട്രാക്ഷൻസിനെ നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാനും നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാനും പറ്റുക എന്നുള്ളത്. അപ്പോൾ ആ ഫോക്കസ് എന്ന് പറയുന്നത് സ്കെയിലിംഗ് സ്റ്റേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ പ്രൊഡക്ട്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യണം, ഏതൊക്കെ പ്രൊഡക്ട്സിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പാടില്ല എന്നുള്ളതിലും നിറപറ എന്ന് പറയുന്ന ബ്രാൻഡ് ഒരു ഉത്തമ കേസ് സ്റ്റഡി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റൊരു ലെസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഒരു തമ്പ് റൂൾ ആണ്, ഒരു നാച്ചുറൽ ലോ ആണ്, അതായത് പ്രൊഡക്റ്റ് ഈസ് ദ കിങ് എന്നുള്ളത്. നമ്മൾ എത്ര വലിയ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്താലും എത്ര തന്നെ മാർക്കറ്റിംഗ് ചെയ്താലും ആരെ തന്നെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാലും പ്രൊഡക്റ്റ് നല്ലതല്ലെങ്കിൽ അത് മാർക്കറ്റിൽ നിന്ന് ഇല്ലാതാവും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിലേക്കുള്ള മറ്റൊരു ഉദാഹരണം കൂടെയായിട്ട് നിറപറ നമുക്ക് കണക്കാക്കാം. എന്നെ സംബന്ധിച്ച് നിറപറയുടെ ഫൗണ്ടേഴ്സ് എങ്ങനെയൊക്കെ ആണെങ്കിലും അവർ എത്രയൊക്കെ ഇതിന് പോസിറ്റീവ്ലി നെഗറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഫൗണ്ടർക്ക് വേണ്ട ഈ ഒരു സ്കിൽ, ഏത് സമയത്ത് എക്സിറ്റ് ആവണം അല്ലെങ്കിൽ എക്സിറ്റിംഗ് അറ്റ് ദി റൈറ്റ് മൊമെന്റ് എന്ന് പറയുന്ന ഈ സ്കിൽ നിറപറയുടെ ഫൗണ്ടേഴ്സിന് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. കാരണം കറക്റ്റ് സമയത്താണ് അവർ വിപ്രോ പോലെയുള്ള വലിയൊരു FMCG കമ്പനിക്ക് അവരുടെ ബ്രാൻഡിനെ സെല്ല് ചെയ്യുന്നത്. എന്നിട്ട് അവരതിനെ ലിക്വിഡേറ്റ് ചെയ്യുകയും ചെയ്തു. ഒരു നല്ല എമൗണ്ട് ഓഫ് മണി അവർക്ക് പേഴ്സണലി ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു. അതൊരു റൈറ്റ് മൊമെന്റ് ആയിരുന്നു. ഒരു പക്ഷേ ആ മൊമെന്റിൽ അവർക്ക് അത് ആ എക്സിറ്റ് പ്ലാൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ സെല്ല് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അത് പോസിബിൾ ആവില്ലായിരുന്നു. അല്ലെങ്കിൽ നിറപറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് കൂപ്പ് കുത്തിയേനെ, അവർക്കൊന്നും കിട്ടാതെ അവർ കടക്കണിയിൽ അകപ്പെട്ടു പോയേനെ. അത്തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ ഒഴിവാക്കാൻ ആ റൈറ്റ് മൊമെന്റിലെ റൈറ്റ് എക്സിറ്റ് അവരെ സഹായിച്ചു. മാത്രമല്ല അത് അവർക്ക് ഒരുപാട് ഗെയിൻ കൊണ്ടുവരികയും ചെയ്യും. ആ നിറപറ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ തലമുറ മാറ്റത്തിന് ശേഷം വന്നിട്ടുള്ള അതിൻ്റെ ലീഡേഴ്സൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ കെ കർണനും അതുപോലെ തന്നെ കെ കർണൻ്റെ മകൻ ബിജു ഒക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് വളരെ ഫണ്ണി ആയിട്ടുള്ള വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ നമ്മൾ ഓൺട്രപ്രനർഷിപ്പ് പഠിക്കുന്നിടത്ത് ആ പോയിന്റ്സിന് അല്ലെങ്കിൽ ആ ഒരു സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാത്തത്. പക്ഷേ ഒരു ബ്രാൻഡ് എന്നുള്ള
രീതിയിൽ നിറപറ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പാഠങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്നും ഉൾക്കൊണ്ട് നമ്മൾ നമ്മുടെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിലും നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻ സ്കെയിൽ ചെയ്യുന്നതിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന, നമുക്ക് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളെല്ലാം നമ്മൾ വരുത്തണം. ഇതിനെ നല്ലൊരു ഉദാഹരണമായി കൊണ്ട് നമ്മൾ ഇതിലെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണം. സോ നിറപറയുടെ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഇൻസ്പയറിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഈ ഒരു കേസ് സ്റ്റഡി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഒരുപാട് കേസ് സ്റ്റഡീസ് ഇനിയും ഈ ചാനലിൻ്റെ ഭാഗമായിട്ട് ഈ ചാനൽ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. ഞാൻ അങ്ങനെ ഒരുപാട് ഞാൻ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന പല കേസ് സ്റ്റഡീസും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.